ആടാ ആടാ ആടാ. ഓ ശരി, നീങ്ങ പോരുന്ന. ആ സെറ്റ്. എടാ മണ്ട കുണാപ്പി, നീ ഇങ്ങോട്ട് വന്നിട്ട് നീ എന്നെ വിളിച്ചിട്ടങ്ങ് പോയപ്പോ എന്തിനാണ് 2 വണ്ടി കിടന്ന് ഓടണത്? അങ്ങനെ 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 യൂസ് ചെയ്യൂ. ശരി ശരി. ഓ വാ വാ, ഞാൻ അവിടെ തന്നെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുന്നു. ശരി. ഓ പേപ്പർ ചുട്ടി വെച്ചേക്കണം അവിടെ. അത് എന്റെ പ്രിയപ്പെട്ട കുട്ടി, തള്ളേ ലവ് ലെറ്ററാ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പതിവിലും കൂടുതൽ മിടിക്കുന്നു. ജീവിതത്തിൽ ഇന്നോളം ഇങ്ങനെ എൻ്റെ ഹൃദയം ഇടിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ പൊട്ടിപ്പോകുമോ എന്ന് വരെ ഞാൻ ഭയക്കുന്നു. പ്രണയം ഇങ്ങനെയാണോ? ക്വസ്റ്റ്യൻ കുത്തു. ഹൃദയമിടിപ്പ് കൂട്ടുന്ന എന്തോ എനർജി പ്രണയത്തിനുണ്ട്. തന്നടാ ഉണ്ട്. ഈ പാറമടയിലെ വെള്ളം പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹം കെട്ടിക്കിടക്കുന്നു. നീ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു. നീ എന്നെ ശ്രദ്ധിച്ചോ എന്തോ, പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് നേരം നോക്കി നിന്നു. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ, പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങുമ്പോൾ, നിന്റെ അഴിച്ചിട്ട ചെരുപ്പിട്ട് നീ നടക്കുമ്പോൾ, നീ ഇല്ലാതെ എൻ്റെ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹത്തോടെ ലവ്. ആർക്കെഴുതിയത്? എടാ ഞാൻ പറയുന്നത് അതല്ല. നമുക്കേ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ പറ്റുക. അതെ, കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് അത്ര നല്ലത്. കുറെ നാളായില്ലേടാ നമ്മളെല്ലാരും ഒന്ന് കൂടിക്കളയാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം, എന്നിട്ട് അത് ചർച്ച ചെയ്യാം. എടാ ഇപ്പോഴാണെങ്കിൽ അനാർക്കലിയൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ടീച്ചറാണാ കൊച്ചിയില്. അടുത്ത മാസം UK പോകുന്നൊക്കെ പറയുന്നു. ശരി, എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങാൻ വന്ന ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കേടാ. അനാർക്കലി ടീച്ചറാ? ഇനിയിപ്പോ അനാർക്കലി ടീച്ചർ ആയിരിക്കൂ കത്തുകൊണ്ടെന്ന് വെച്ചത് അളിയന്. ടീച്ചറിനാണെങ്കിൽ ഇങ്ങോട്ടുള്ള വഴി അറിയാം, ചെറിയൊരു ന്യൂസും ഉണ്ട് താനും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി. അയ്യേ കുട്ടി, +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കുട്ടി. കുട്ടി അളിയ എന്താണ്? ഒന്നുമില്ല അളിയ, ഞാനേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. അന്ന് പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ കൂടെ പഠിച്ചവർക്ക് കൂടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്? അത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ്. അളിയന്റെ കൃഷികൾക്കെല്ലാം കൂടെ ഒത്തുകൂടാനുള്ളൊരു സ്ഥലം വേണേ അങ്ങനെയും പറയാം. ചുമ്മാ പറഞ്ഞേ. അല്ലയാ, അനാർക്കലി ടീച്ചർ വിളിക്കാറുണ്ടോ? അനാർക്കലി ടീച്ചർ വിളിക്കാറില്ല, മെസ്സേജ് ചെയ്യാറുണ്ട്. നല്ലായിരുന്നു, ഞാൻ ചുമ്മാ ചോദിച്ചേ. എന്താടാ? ഏയ് ഒന്നുമില്ല. അളിയ, അളിയനെ ഈ പ്രേമലേഖനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചാ നീ ചേച്ചിയുടെ പോയി പറയരുത്. ഇതൊക്കെ ആര് ചേച്ചിയെടുത്ത് പറയണേ? നീ പറയും. ഞാൻ പറഞ്ഞ എന്റെ ഉള്ള ഒരു അളിയും പോവില്ലേ. പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചാ കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ പ്രേമലേഖനം തന്നത് എന്റെ ലച്ചുവ ചേച്ചി. അന്ന് തന്നത് അതിന്റെ ഐഡിയ നമ്മുടെ അല്ലായിരുന്നാ? നിന്റെ ആയിരുന്നാ? പിന്നെ താങ്ക്സ് ഡാ. വെൽക്കം.
അല്ലയാ ഇപ്പൊ അളിയനൊരു പ്രേമലേഖനം കിട്ടിയ എന്തായിരിക്കും എഫക്റ്റ്? അവൾ എനിക്ക് എപ്പോ തന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും. ചേച്ചിയല്ല, ലച്ച ചേച്ചി അല്ലാതെ വേറൊരാള് അളിയന് പ്രേമലേഖനം തന്നിരിക്കട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അനാർക്കലി ടീച്ചർ അളിയൻ്റെ ബാല്യകാല സുഹൃത്താണ്. അതേപോലെ തന്നെ അളിയനോട് ചെറിയൊരു ക്രഷുള്ള ആളാണ്. പുള്ളിക്കാരി കാണാനും കൊള്ളാം, ഒരു ടീച്ചറിന് ജോലിയൊക്കെ ഉണ്ട്. ഇപ്പം സിംഗിളുമാണ്, മാരീഡ് അല്ല. അങ്ങനെ ഒരാൾ അളിയന് ലവ് ലെറ്റർ തന്നാൽ എന്താടാ നിനക്ക് വയ്യേ? അല്ലേ വയ്യ അല്ല അതല്ല, നിന്നെ തേച്ചാ അങ്ങനൊന്നുമില്ല. ബോധമില്ലേ? ഉണ്ട്. ഉണ്ടാ? എവിടെയെങ്കിലും പോയി മൂലക്കിരി. ഇതിപ്പോ ആരിത്? ആർക്കത്? അവൻ അവക്ക് എഴുതിയതാണോ അവൾ അവൻ എഴുതിയതാണോ? യാവക്ക് എനിക്ക് അറിഞ്ഞുകൂടത്. ആരായിരുന്നു